ബിസ്മില്ലാഹി വൽഹംദുലില്ലാ നഹ്മദുല്ലാഹി വനുസല്ലി വനുസല്ലിമു അലാ റസൂലില്ലാഹി സയ്യിദിനാ വഹബീബിനാ വ ഇമാമിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ മുഹറം കർബല അനുസ്മരണത്തിൻ്റെ ദിനേനയുള്ള ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇക്കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നാം പറഞ്ഞു വന്ന ചരിത്രം ഇസ്ലാമിക സമൂഹത്തിൽ വ്യാപകമായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധപൂർവമായ ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഇത് പറയുന്നത്. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് നാം കാണുകയും ലോകം അനുഭവിക്കുകയും ചെയ്യുന്ന ഇസ്ലാം മുഹമ്മദ് നബിയുടെ ഇസ്ലാം അല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് തമസ്കരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ നാൾവഴികളെക്കുറിച്ച് ബോധമുണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. രണ്ടാമത്തത്, കാമഭ്രാന്തനും യുദ്ധക്കൊതിയനും മര്യാദയില്ലാത്തവനും ലോകത്ത് ഏറ്റവും നെറികെട്ട സ്വഭാവത്തിൻ്റെ ഉടമയുമായി ഹദീസുകൾ ചിത്രീകരിച്ചിട്ടുള്ള മുഹമ്മദ് എന്ന മഹാപ്രവാചകൻ്റെ ഹദീസുകൾ ഉണ്ടാക്കിയ വ്യക്തിത്വത്തെ ഇല്ലാതാക്കി മായ്ച്ചു കളഞ്ഞ് പകരം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കരുണാവാനും ഉന്നത മഹിതമായ സ്വഭാവത്തിൻ്റെ ഉടമയും മാതൃകാ ജീവിതം നയിച്ച വിശ്വമഹാഗുരുവുമായ മുഹമ്മദ് നബിയെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ ലക്ഷ്യം. അത് സാധ്യമാകണമെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് നബി ഇങ്ങനെ മോശമായി ചിത്രീകരിക്കപ്പെട്ടു എന്ന് കൃത്യവും വ്യക്തവുമായി പറയേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്, ഇസ്ലാം എന്നാൽ അധികാരവും സാമ്രാജ്യത്വ മോഹത്തോടു കൂടിയുള്ള കടന്നുകയറ്റവുമാണ്. ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാണ്. ഇസ്ലാം എന്നാൽ മനുഷ്യനെ ഇരിക്കപ്പുറതിയില്ലാത്ത വിധം മൂട്ടിൽ കുത്തി പുറത്തേക്ക് ഓടിക്കുന്ന ഒരു ദർശനമാണ് എന്നുള്ള രാഷ്ട്രീയ ഈ വ്യാഖ്യാനം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെല്ലൊന്നുമല്ല അപകടത്തിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല. ഇസ്ലാം ഒരു അധ്യാത്മ പ്രസ്ഥാനമാണ്. ഇസ്ലാം ഒരു ജ്ഞാനസരണിയാണ്. ഇസ്ലാം മനുഷ്യൻ്റെ ഉള്ളിൽ സമാധാനം നിറക്കുന്ന, ഇന്നർ പീസ് നൽകുന്ന ഒരു ദിവ്യ വഴിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയ ഇസ്ലാമിനെ തുറന്നു കാണിക്കുകയും അത് വന്ന വഴികളെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 3 കാരണങ്ങളാണ് നാം കർബല പറയുന്നത്, മുആവിയെ പറയുന്നത്, യസീദിനെ പറയുന്നത്, പ്രവാചക കുടുംബത്തെ അപകടപ്പെടുത്തിയവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നാം ചരിത്രം പറഞ്ഞ് കരയുന്നവരല്ല. ചരിത്രം പറഞ്ഞ് കരയാൻ നമുക്ക് നേരവുമില്ല. നമുക്കെപ്പോഴോ നടന്നുപോയ കഥകൾ സമൂഹത്തെ പറഞ്ഞ് വിജൃംഭിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് കാശ് പിരിക്കേണ്ടതായിട്ടുമില്ല. സമൂഹത്തിൽ നിന്ന് നാം ഇത് പറയുന്നതിൻ്റെ പേരിൽ ഒരു നയാ പൈസയോ ഒരു സംഭാവനയോ നമ്മൾ സ്വീകരിക്കുന്നുമില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ മൃദുലമായ വൈകാരികതയെ ഇക്കിളിപ്പെടുത്തി പണം സമ്പാദിക്കുന്ന മതപുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ദയവായി ഞങ്ങളെ ഗണിക്കരുത്. അതിനു വേണ്ടിയല്ല നമ്മളീ പറയുന്നത്. ഈ 3 ഉദ്ദേശങ്ങളോടുകൂടിയാണ്. ഇസ്ലാമിന് മേൽ ചാർത്തപ്പെട്ടിട്ടുള്ള കളങ്കം ഇല്ലാതാവണം. മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തിന് മേൽ ചാർത്തപ്പെട്ടിട്ടുള്ള കറകളും കളങ്കവും മാഞ്ഞു പോകണം. ഇസ്ലാമിന് നൽകിയിട്ടുള്ള രാഷ്ട്രീയ വ്യാഖ്യാനം തെറ്റാണെന്നും കള്ളമാണെന്നും സമൂഹത്തിന് ബോധ്യപ്പെടണം. ഈ 3 ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതാരെയൊക്കെ അലോസരപ്പെടുത്തിയാലും, ആരൊക്കെ ഇതിനെ വിമർശിച്ചാലും, ആരൊക്കെ എന്തൊക്കെ തെറികൾ പറഞ്ഞാലും നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്
ഒരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ആളുകൾ ഭയപ്പെടുന്നുണ്ട്. ഇതൊരു സത്യമാണ്. ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് അതിനെ നമുക്ക് തള്ളിക്കളയാനൊന്നും കഴിയില്ല. ഭയപ്പെടുന്നുണ്ട്. ഒരു താടിയുള്ള തൊപ്പി വെച്ച ഒരാൾ ഒരു ബാഗ് വെച്ചിട്ട് മാറി നിന്ന് കാണാതായാൽ ജനങ്ങൾ പരിഭ്രാന്തരാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മീഡിയകൾ ഉണ്ടാക്കിയതാണ്, അത് ഇസ്ലാമോഫോബിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം എന്നാൽ ബോംബാണെന്നും ഇസ്ലാം എന്നാൽ പൊട്ടിത്തെറിക്കലാണെന്നും ഇസ്ലാം എന്നാൽ രക്തത്തിന്റെ മണമുള്ള കഥകളാണെന്നും പറഞ്ഞത് ഇസ്ലാമിന്റെ ശത്രുക്കളൊന്നുമല്ല. ഇസ്ലാമിന്റെ മെഹ്റാബുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളിലുള്ളതാണത്. നിസ്കരിക്കുന്നത് പോലെ യുദ്ധം ചെയ്യൽ നിർബന്ധമാണെന്ന് എഴുതി വെച്ച കിതാബുകളുള്ള പള്ളികളിൽ നിന്ന് എന്ത് സമാധാനത്തിന്റെ ശബ്ദമാണ് പുറത്തേക്ക് വരിക? കാഫറിനെ കൊല്ലുന്നതും പല്ലിയെ കൊല്ലുന്നതും പട്ടിയെ കൊല്ലുന്നതും ഒരുപോലെ പുണ്യമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന കിതാബുകളുള്ള ഒരു ലോകത്ത് നിന്ന് എന്ത് സമാധാനമാണ് പുറത്തേക്ക് വരിക? എന്ത് ഇസ്ലാമോഫോബിയയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഈ കിതാബുകളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം നിലവിളിക്കുന്ന ആളുകൾ. പള്ളികളുടെ ഉള്ളിൽ, മെഹ്റാബുകളിൽ, അറബി കോളേജുകളിൽ, ദർസുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും സ്റ്റിൽ ഇപ്പോൾ ഈ നിമിഷവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കിതാബുകളിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ, മൂല്യവിരുദ്ധമായ, ക്രൂരമായ വരികളാണ് ഞാൻ പറയുന്നത്. ഇത് പറയണ്ടേ? ജനങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി പറയാതിരിക്കണോ? ഇനി എന്ത് തെറ്റിദ്ധരിക്കാനാണ്? ഇനി എവിടെയാണ് തെറ്റിദ്ധരിക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, ചെറിയ ഒരു അനുഷ്ഠാനത്തിന് കൂലി പറയുമ്പോൾ ഫിഖ്ഹിന്റെ കിതാബുകൾ സമീകരിക്കുന്നത് കാഫിറിനെ കൊന്ന കൂലി എന്നാണ്. കാഫിറിനെ കൊന്ന കൂലി. ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശവും സൂചനയും എന്താണ്? ഈ പരാമർശങ്ങൾ എവിടെ നിന്നുണ്ടായി? ഇതാണ് നാം ചരിത്രം പറയുന്നതിന്റെ പിന്നിലുള്ളത്. ഇത് മുഹമ്മദ് നബിയിൽ നിന്നുണ്ടായതല്ല, ഇത് മുആവിയയിൽ നിന്നുണ്ടായതാണ്, ഇത് യസീദിൽ നിന്നുണ്ടായതാണ്, ഇത് അവരുടെ പിന്മുറക്കാരായ രാജാക്കന്മാരിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. ഇന്ന് കാണുന്ന ഇസ്ലാം, ഇന്ന് കാണുന്ന ഇസ്ലാം മുഹമ്മദ് നബിയുടെ ഇസ്ലാമേ അല്ല. നിങ്ങൾ കൊണ്ട് നടക്കുന്ന താടിയും നിങ്ങൾ കൊണ്ട് നടക്കുന്ന തൊപ്പിയും ഇക്കാണുന്ന ബഹളങ്ങളും ഒന്നും മുഹമ്മദ് നബിയുടേതേ അല്ല. മുഹമ്മദ് നബി പഠിപ്പിച്ച അധ്യാപനങ്ങൾ അതല്ല. ഇക്കാണുന്ന തീവ്രതയും ഇക്കാണുന്ന ആചാര പരതയും പോത്തിനെ ഇറക്കലും ഉളുഹിയത്തിറക്കലും രക്തമൊഴുക്കലും ചീറ്റലും ഇതൊന്നും മുഹമ്മദ് നബിയുടെ ഇസ്ലാം അല്ല. മുഹമ്മദ് നബിയുടെ ഇസ്ലാം അങ്ങനെയല്ല. അത് കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഉൾക്കൊള്ളലിന്റെ, സഹജീവി സ്നേഹത്തിന്റെ, ഭൂതദയയുടെ സന്ദേശമാണ് മുഹമ്മദ് നബിയുടേത്. ഇത് മനസ്സിലാകാൻ അക്കാലത്ത് നടന്ന രാഷ്ട്രീയവും വിഷലിപ്തവുമായ കളികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നാം ഈ കർബല ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്, സമൂഹത്തിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിനെ സജീവമായ ഒരു വിഷയമാക്കി നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇത് ചർച്ചയാണ്. പോസിറ്റീവായോ നെഗറ്റീവായോ ചർച്ചയാണ്. സമൂഹം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രവാചകന്റെ പേരക്കുട്ടികൾക്ക് എന്തു പറ്റി? പ്രവാചകന്റെ മക്കൾക്ക് എന്തു പറ്റി? എങ്ങനെയാണ് ഫാത്തിമ മരിച്ചത്? എങ്ങനെയാണ് ഹസൻ മരിച്ചത്? എങ്ങനെയാണ് ഹുസൈൻ മരിച്ചത്? എങ്ങനെയാണ് അലി കൊല്ലപ്പെട്ടത്? എന്തുകൊണ്ടാണ് പ്രവാചകന്റെ വിശുദ്ധ ജനാസ 3 ദിവസം മറമാടാതെ വെച്ചത്? എന്തുകൊണ്ടാണ് പ്രവാചകൻ ആരോഗ്യവാനായി തിരിച്ച് മക്കയിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് രോഗബാധിതനായത്? എങ്ങനെയാണ് പ്രവാചകൻ എന്തുകൊണ്ടാണ് മരണപ്പെട്ടത്? പ്രവാചകൻ കടലാസും പേനയും എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആരാണ് തടഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രവാചകന്റെ അവസാനത്തെ വസിയത്ത് എഴുതി വെക്കാൻ സമ്മതിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഉമർ കൊല്ലപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഉസ്മാൻ കൊല്ലപ്പെട്ടത്? എന്തുകൊണ്ടാണ് അലി കൊല്ലപ്പെട്ടത്? എങ്ങനെയായിരുന്നു പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരൊക്കെയും ഒന്നൊന്നായി കൊല്ലപ്പെട്ടത്? ആരാണ് അവരെയൊക്കെ നാട് കടത്തിയത്? ആരാണ് അവരെ മദീനയിൽ നിന്ന് പറഞ്ഞു വിട്ടത്? എന്തുകൊണ്ടാണ് അലി മദീനയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഈ ചോദ്യങ്ങൾക്ക് പണ്ഡിതന്മാരെന്ന് പറയുന്നവർ, പ്രഭാഷകർ മറുപടി പറയണം. ഇത് സമൂഹം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന്
ഓരോ വിശ്വാസിക്കും അവകാശമുണ്ട്. അവർ ചോദിക്കേണ്ട ചോദ്യമാണത്. തങ്ങളുടെ ഹൃദയത്തിന്റെ ഭാജനമായി, തങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹഭാജനമായി കൊണ്ടു നടക്കുന്ന പുണ്യപ്രവാചകന്റെ ചരിത്രവും ആ കുടുംബത്തിന്റെ ചരിത്രവും അറിയാൻ നമുക്ക് ബാധ്യതയില്ലേ? നമ്മൾ ചോദിക്കണ്ടേ? എങ്ങനെയാണ് റസൂലിന്റെ മക്കളെ കൊന്നവരും റസൂലിന്റെ മക്കളും ഒരുപോലെ മഹത്വപ്പെടുക? അലി ഇബ്നു അബി താലിബിനോട് യുദ്ധം ചെയ്തവർ അലി ഇബ്നു അബി താലിബിനെ പോലെ മഹത്വമുള്ളവരാകുന്നത് എങ്ങനെ? രണ്ടിൽ ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രമല്ലേ ശരിയാവുകയുള്ളൂ? ചോദിക്കണം. ഹുസൈനെ കൊന്നവരും ഹുസൈനും ഒരുപോലെ മഹത്വമുള്ളവരാകുമോ? എന്തുകൊണ്ടാണ് ഹുസൈൻ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് കർബലയിലേക്ക് പുറപ്പെടേണ്ടി വന്നത്? എങ്ങനെയാണ് യസീദ് മുആവിയയുടെ പിന്മുറക്കാരനായി തീർന്നത്? അങ്ങനെ മക്കളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഇസ്ലാമിലുണ്ടോ? മുആവിയ എങ്ങനെയാണ് ഭരണാധികാരിയായത്? മുആവിയ എവിടെ നിന്നാണ് വന്നത്? അയാൾ എപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത്? നിങ്ങൾ ചോദിക്കുക. ഞാൻ സാധാരണക്കാരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ സംഘടനാ നേതാക്കളോട് ചോദിക്കുക, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് നിങ്ങളെ നന്നാക്കാൻ ഓടി നടക്കുന്ന ഈ തലപ്പാവുധാരികളോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ അറിയണം എന്താണ് റസൂലിന്റെ കുടുംബത്തിന് സംഭവിച്ചതെന്ന്, എവിടെ നിന്നാണ് ഈ ഇസ്ലാം വഴിമാറിപ്പോയതെന്ന്. നിങ്ങളുടെ നെരിയാണിയുടെ വസ്ത്രത്തിന്റെ അളവും താടിയുടെ ഇഞ്ചൊക്കെ നോക്കി സ്വർഗം തീരുമാനിക്കുന്ന ഈ കൂട്ടരോട് ഞങ്ങളുടെ റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് അവരുടെ മൂക്കിന് പിടിച്ച് ചോദിക്കുക. അവർ പറയട്ടെ. അപ്പോൾ കർബല പറയുന്നതാണ് തെറ്റ്, കർബല ഓർക്കുന്നതാണ് തെറ്റ്, അതേക്കുറിച്ച് മിണ്ടുന്നതാണ് വഴിപിഴക്കൽ. പക്ഷെ ഇത് പറയാതെ നിവൃത്തിയില്ല. സമൂഹം ഇസ്ലാമിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. ആ മുസ്ലിങ്ങളും ഇസ്ലാമിന് പുറത്തുള്ളവരും മാത്രമല്ല, മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലുള്ള ചെറുപ്പക്കാർ പോലും. കാരണം ഒരു നന്മയും മനുഷ്യ ജീവിതത്തിന് ഉപകരിക്കുന്ന നന്മകളൊന്നും ലഭിക്കാത്ത വിധം ഊഷരമായി പോവുകയും കറവ പറ്റിപ്പോവുകയും ചെയ്തിരിക്കുന്നു ഇന്ന് ഈ പുരോഹിതന്മാർ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ. ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും മഹത്വം പറഞ്ഞു പെരുപ്പിച്ച് മനുഷ്യന്റെ ജീവിതത്തിന് ഉപകരിക്കുന്നതൊന്നും പറയാൻ കഴിയാത്ത വിധമായി പോയിരിക്കുന്നു. ഒന്നുകിൽ പരലോകത്തുള്ള സ്വർഗത്തിന്റെ വർണ്ണന, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുടെ കൂലി, അതിന്റെ വലുപ്പം. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് പറയും, നഖം വെട്ടുന്നത് പറയുന്നുണ്ട്, പിന്നെ കഴുകുന്നത് പറയുന്നുണ്ട്, കുളിക്കുന്നത് പറയുന്നുണ്ടെന്നൊക്കെ. മനുഷ്യ ജീവിതത്തെ സമൂലം അപകടപ്പെടുത്തുന്ന വിധം തീവ്രതയും വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന മതം നഖം വെട്ടുന്ന കാര്യം പറഞ്ഞിട്ടെന്ത് കാര്യം? കൂടെ ഒരു റൂമിൽ താമസിക്കുന്ന അമുസ്ലിമായ ചെറുപ്പക്കാരനെ 10 കൊല്ലമായിട്ടും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലാത്തവൻ മുസ്ലിമല്ല എന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകരുടെ ഒരു മതം എങ്ങനെയാണ് മാനവികമായി തീരുക? ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ മുസ്ലിമാണോ എന്ന് പരിശോധിക്കണമെന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകരുടെ മതം എങ്ങനെയാണ് മനുഷ്യരെ ഉൾക്കൊള്ളുന്ന മതമായി തീരുക? സ്വന്തം സഹോദര സമുദായങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് വിഷ് ചെയ്യരുതെന്നും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്നും എന്ന് പറയുന്ന മതം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിന് ഗുണകരമായി തീരുക? പറയണം. ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് സംഭാവന കൊടുക്കുന്നത് പോലെയാണെന്ന് താടി ഉറപ്പിച്ച് പറയുന്ന മതപ്രഭാഷകനെ അംഗീകരിക്കുന്ന മതം എങ്ങനെയാണ് ഉൾക്കൊള്ളലിന്റെ പ്രത്യയശാസ്ത്രമായി തീരുക? ആലോചിച്ചു നോക്കൂ. മുർത്തദ്ദിനെ കൊല്ലണമെന്ന് പറയുന്ന മതം എങ്ങനെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലവെക്കുന്നതായി തീരുക? എങ്ങനെയാണ്? സംഗീതം പാടില്ലെന്നും ചിത്രകല പാടില്ലെന്നും അത് ഹറാമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ലോകത്തെ എങ്ങനെയാണ് ആർദ്രമായി നോക്കിക്കാണാൻ സാധിക്കുക? ഇതെവിടെ വെച്ച് വഴിതെറ്റിയെന്ന് പഠിക്കണ്ടേ? മുഹമ്മദ് നബി ഇതെല്ലാം ഉൾക്കൊണ്ട ആളായിരുന്നു. എല്ലാറ്റിനെയും ഉൾക്കൊണ്ട ചേർത്ത് പിടിച്ച ആളായിരുന്നു. ഇത് വഴിതെറ്റിയത് രാജാക്കന്മാരുടെ കാലം മുതലാണ്. ഇന്നു മുതൽ മുആവിയ ഇസ്ലാമിക സമൂഹത്തിൽ തന്റെ ചുവടുറപ്പിച്ചുവോ, ഇന്നു മുതൽ മുആവിയ ഇസ്ലാമിക സമൂഹത്തിന്റെ കീ പോസ്റ്റിൽ കയറിയിരുന്നുവോ, അന്ന് മുതൽ ഈ മതം വ്യതിചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ ഈ മതം ഒരു ഗോത്ര മതമായി തീർന്നിട്ടുണ്ട്. അന്ന് മുതൽ ഈ മതത്തിന്റെ ദൈവസങ്കല്പം ഒരു
വലിയ പുരോഹിതന്റെ ഭാവത്തിലേക്ക് പരിവർത്തിതമായിട്ടുണ്ട്. അന്ന് മുതൽ പ്രവാചകൻ ഒരു ഗോത്ര നേതാവിന്റെ ഛായ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാകാത്തിടത്തോളം കാലം ഇസ്ലാം ഇങ്ങനെ തന്നെ ആയിത്തീരും. ഇനിയെങ്കിലും മുസ്ലിം പ്രഭാഷകർ ദയവായി പാലിക്കേണ്ടത് പ്രവാചകൻ ഇങ്ങനെ പെണ്ണുകെട്ടി നടക്കുന്നവനല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആർജവം ഉണ്ടാകണം. മുആവിയയും സംഘവും എഴുതിവെച്ച കള്ളക്കഥകൾ അത് കള്ളക്കഥകളാണെന്ന് തുറന്നു പറയാൻ അത്ര മതി. അത് കള്ളക്കഥകളാണെന്ന് തുറന്നു പറയാൻ ആർജവം ഉണ്ടാകണം. 6 വയസ്സുള്ള മുലപ്പാലിന്റെ മണം മാറാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്ത ആഭാസനല്ല മുഹമ്മദ് നബി എന്ന്, അത് യേശുവിനോളം ബുദ്ധനോളം പോന്ന തലയെടുപ്പുള്ള മഹാഗുരുവാണെന്ന് പറയാനുള്ള ബൗദ്ധികവും ആത്മീയവുമായ ആർജവം പ്രഭാഷകർക്കും പണ്ഡിതന്മാർക്കും ഉണ്ടാകണം. അതുമതി. ന്യായീകരിച്ച് മെഴുകുകയല്ല, കള്ളങ്ങളെ കള്ളങ്ങളെന്ന് പറയാനുള്ള ആർജവം ഇത്രയേ വേണ്ടുള്ളൂ. അത് പറയാനുള്ള ആർജവം ഉണ്ടായാൽ രക്ഷപ്പെട്ടു പോകും. മുഹമ്മദ് നബിയെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് ഇമാതിരി ആഭാസങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, മൂത്രം കുടിച്ചതിൻ്റെയും മുടി നീണ്ടതിൻ്റെയും കഥ പറഞ്ഞിട്ടല്ല, മറിച്ച് യേശുവിനെ പോലെ, ബുദ്ധനെ പോലെ, ഈ ലോകം കണ്ട മഹാഗുരുക്കന്മാരെ പോലെ ലോകത്ത് പ്രകാശം പരത്തിയ ഒരു സൂര്യകോളമായിരുന്നു മുഹമ്മദ് നബി എന്ന് പറയാൻ അങ്ങോട്ടൊന്നും പോണ്ട. ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. ഗുരുക്കന്മാരെ ഗുരുക്കന്മാരായി പരിചയപ്പെടുത്തിയാൽ സ്വീകരിക്കാൻ മനസ്സുള്ളവരാണ് മനുഷ്യരിൽ 99.4%. തള്ളി പറയൂല. പക്ഷേ ഇമാതിരി ആഭാസങ്ങൾ പറയരുത്. ആഭാസങ്ങൾ പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇത് സ്വീകാര്യമാവില്ല. അതുകൊണ്ട് ഹദീസിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, ഹദീസിന്റെ ഭീകരമായ കഥകളിൽ നിന്ന് മുഹമ്മദ് നബിയെ മോചിപ്പിക്കണം. സിറകൾ എഴുതിയ, മഗാസികൾ എഴുതിയ, താരീഖുകൾ എഴുതിയ കള്ളക്കഥകളിൽ നിന്ന് മുഹമ്മദ് നബിയെ മോചിപ്പിക്കണം. എന്നിട്ട് മുഹമ്മദ് നബിയുടെ തേജോമയമായ വ്യക്തിത്വത്തെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കണം. ഇതാണ് പ്രഭാഷകരുടെയും പണ്ഡിതരുടെയും ധർമ്മം. അതാണ് ചെയ്യേണ്ടത്. അതിനാണ് കർബല. ഇതൊരു ടേണിംഗ് പോയിന്റാണ്. കർബല എന്നത് ഇസ്ലാം തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനെ കുറിച്ച് ബോധമുണ്ടാകണം. അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പോഴും കർബലയിൽ ഹുസൈൻ പോയതിനെ പിഴവെന്നോ തെറ്റെന്നോ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദയവായി നിങ്ങൾ പറയേണ്ടത് ഞങ്ങൾ മുഹമ്മദിന്റെ മതത്തിലല്ല മുആവിയയുടെ മതത്തിലാണെന്നാണ്. അതൊരു ആർജവമാണ്. അങ്ങനെ പറയാം. ഞങ്ങൾ മുഹമ്മദിന്റെ മതത്തിലല്ല മുആവിയയുടെ മതത്തിലാണ് എന്ന് പറയാൻ കഴിയണം. മുഹമ്മദിനെയും മുആവിയെയും ഒരുപോലെ ഒരേ സമയത്ത് ആദരിക്കുക ചരിത്രബോധമുള്ള ഒരു വ്യക്തിക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരുട്ടിനെയും വെളിച്ചത്തെയും ഒരിടത്ത് മേളിപ്പിക്കാൻ കഴിയുക? ഒന്നുകിൽ നിങ്ങൾക്ക് ഇരുട്ടിന്റെ വക്താക്കളാകാം, മുആവിയയുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചത്തിന്റെ വക്താക്കളാകാം, മുഹമ്മദിനോടൊപ്പം ചേർന്ന് നിൽക്കാം. ഇതേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു പക്ഷേ ഹുസൈനോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ യസീദിനോടൊപ്പം നിൽക്കാം. ഹുസൈനോടും യസീദിനോടും ഒരുപോലെ ഒന്നിച്ചു കൂറ് കാണിക്കുന്നത് വിവരക്കേടോ കാപട്യമോ ആണ്. ഇത് സാധ്യമേ അല്ല. ചരിത്രത്തെ സത്യസന്ധമായി വിലയിരുത്താൻ പഠിക്കണം. മുൻകൂട്ടി ഉണ്ടാക്കി വെച്ച ബിംബങ്ങൾ, ആ ബിംബങ്ങൾ നമ്മളെ ഭരിക്കരുത്. മുആവിയ ഒരു സഹാബിയാണ്. സഹാബി എന്ന് പറയുന്ന ഒരു ബിംബം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് സഹാബിയെ ചീത്ത പറയരുത്, കുറ്റം പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന്മാര് ചെയ്ത സകല തമ്മാടിത്തങ്ങളെയും നമ്മൾ അംഗീകരിക്കണം. ഉണ്ടാക്കി വെച്ച ബിംബങ്ങളല്ല, സത്യമാണ് വലുത്. ആരൊക്കെയോ കെട്ടി എഴുന്നള്ളിച്ച കഥകളല്ല, വിശുദ്ധ ഖുർആനാണ് വലുത്. ഉണ്ടാക്കി വെച്ച ബിംബങ്ങളെ തകർക്കണം. ബിംബങ്ങളെ തകർക്കണം എന്ന് പറയുമ്പോൾ അമ്പലത്തിലേക്ക് ഓടിപ്പോകുന്ന മനസ്സല്ല വേണ്ടത്. ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാക്കി വെച്ച മുആവിയ എന്ന, സഹാബി എന്ന, യസീദ് എന്ന ബിംബങ്ങളുണ്ടല്ലോ. ഈ ബിംബങ്ങളെ ഒന്നൊന്നായി തകർത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ സത്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സത്യത്തിലേക്ക് പോകണം. ഇത് സഹാബി എന്ന് പറയുന്ന ബിംബം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട്, മുആവിയ എന്ന് പറയുന്ന ബിംബം ഉണ്ടാക്കി വെച്ചിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തങ്ങളെയും ന്യായീകരിക്കാൻ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെമ്മാടിത്തമല്ലേ ആ കുടുംബം പ്രവാചകനോടും പ്രവാചകന്റെ ശിഷ്യന്മാരോടും പ്രവാചകന്റെ കുടുംബത്തോടും ചെയ്തത്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെമ്മാടിത്തം ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു മഹാഗുരുവിന്റെ പുറകെ അങ്ങനെ ഓടിപ്പോയിട്ട് ആ കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ ശ്രമിച്ചുകൊണ്ടിരുന്ന മറ്റൊരു സംഭവം ഉണ്ടോ ലോകത്ത്? ഇല്ലല്ലോ. അപ്പോ ഈ രീതിയിൽ ചരിത്രത്തെ പുനർവായനക്ക് വിധേയമാക്കുമ്പോൾ, അത് പുനരാഖ്യാനത്തിന് വിധേയമാക്കുമ്പോഴാണ് നമുക്ക് സത്യം ഊറിത്തെളിഞ്ഞു വരിക. കേട്ടതൊന്നുമല്ല, കേട്ടതിനപ്പുറത്തുള്ളതാണ് സത്യം. വായിച്ചതല്ല വരികൾക്കിടയിലാണ് സത്യമുള്ളത്.
ആ വരികൾക്കിടയിലെ സത്യം കണ്ടെത്താനാണ് നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. ഞാനിത് കേൾക്കുന്നവരോട് പറയുന്നത് അതാണ്. നിങ്ങൾ കഥ കേട്ട് പോവുകയല്ല, കഥകൾക്കപ്പുറത്തുള്ള കഥകളാണ് കേൾക്കേണ്ടത്. അണിയറയിൽ നടന്ന നാടകങ്ങളെയാണ് നാം തിരിച്ചറിയേണ്ടത്. ബിംബങ്ങൾ തകരുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും, ബിംബങ്ങൾ തകരുമ്പോൾ മനസ്സിലൊരു വേദന ഉണ്ടാകും. പക്ഷേ ആ വേദന സത്യത്തിലേക്ക് വഴി തുറക്കുമ്പോൾ ആനന്ദമായി മാറുന്നത് നിങ്ങൾ അറിയും. മനസ്സിൽ കൊണ്ടു നടന്ന പല ബിംബങ്ങളും തകരേണ്ടതുണ്ട്, തകരപ്പെടേണ്ടത് തകരപ്പെടണം. ആ ബിംബങ്ങളെ എന്തിനാണ് കാത്തുവെച്ച് പോകുന്നത്? ആ ബിംബങ്ങൾ അത് തെറ്റാണെന്നറിയുമ്പോൾ, ഇത്രയും കാലം കൊണ്ടു നടന്ന ആ ബിംബരൂപങ്ങളെല്ലാം കള്ളമാണെന്നറിയുമ്പോൾ ചെറിയൊരു നോവുണ്ടാകും. പക്ഷേ അതിനപ്പുറത്തുള്ള സത്യം നേടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എത്രയോ വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ മുആവിയ എന്ന ബിംബത്തെ പൊളിച്ച് ഹുസൈനെ നേടുക. ഹുസൈനാണ് സത്യം. നിങ്ങൾ മുആവിയ എന്ന ബിംബത്തെ പൊളിച്ച് അലിയെ നേടണം. അലിയിലേക്ക് അലിയുമ്പോഴാണ് നാം സത്യത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്നത്. അപ്പോഴാണ് നാം പ്രവാചകൻ എന്ന മഹാനഗരിയിലേക്ക് എത്തുന്നത്. ബിംബങ്ങളെയും സത്യത്തെയും ഒരേ സമയത്ത് നിങ്ങൾക്ക് ഒന്നിച്ചു കൊണ്ടുപോവുക സാധ്യമല്ല. ബിംബങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ധാരണകളാണ്, ഊഹങ്ങളാണ്, ഊഹാധിഷ്ഠിതമാണ്. ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച വീർപ്പിച്ച കഥകളാണ്. അതിനെ കുത്തിപ്പൊട്ടിച്ച് വേണം പോകാൻ. ഇബ്രാഹിം കോടാലി കൊണ്ട് ബിംബങ്ങളെ തച്ചുടച്ചു എന്ന് കേട്ടിട്ടില്ലേ? അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കോടാലിയാണെന്നും കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബമാണെന്നും നമ്മളെ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കോടാലിയുമല്ല, കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബവുമല്ല. മനുഷ്യന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ധാരണകൾ എന്ന ബിംബങ്ങളെയാണ് ഇബ്രാഹിം തന്റെ ജ്ഞാനമാകുന്ന മഴുകൊണ്ട് തച്ചുടച്ചു കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വലിയ ബിംബത്തിന്റെ കഴുത്തിൽ ആ ജ്ഞാനത്തിന്റെ പ്രകാശം കെട്ടിത്തൂക്കിയപ്പോൾ സകലർക്കും അത് വെളിച്ചമായി മാറി എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ അമ്പലത്തിലേക്ക് ഓടും ഇബ്രാഹിമിനെ പുനരാവർത്തിക്കാൻ. ഇബ്രാഹിമിനെ കുറിച്ചറിയാത്ത മൂഢരായ ജനം, അത് വിശദീകരിക്കുന്ന അതിമൗഢ്യമുള്ള പാണ്ഡിത്യം. നമുക്ക് ഹുസൈൻ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം കർബലയിൽ വീണുപിടഞ്ഞ ഒരു മനുഷ്യ ശരീരമല്ല, മറിച്ച് എക്കാലവും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ഉണർവിന്റെ പേരായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. ആ ഉണർവാണ് നമ്മെ ഇപ്പോഴും നിലനിർത്തുന്നത് എന്നർത്ഥം, ഈ പ്രപഞ്ചത്തെ ആകമാനം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇക്കഴിഞ്ഞ 9 ദിവസങ്ങളും നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഓരോ നിമിഷവും ആ നമ്മൾ കേട്ടതും പറഞ്ഞതുമെല്ലാം ഒരു കഥയെ ആവർത്തിച്ച് പറയുകയായിരുന്നില്ല. ഒരു കഥയെ നാം വീണ്ടും വീണ്ടും ആ കഥയെന്ന നിലയിൽ ഓർക്കുകയായിരുന്നില്ല. മറിച്ച് ഒരു മഹാദർശനത്തെ വികലമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയായിരുന്നു. നമുക്കും പറയാനുണ്ട്, യേശുവിനെ പോലൊരു പ്രകാശം ഈ പ്രപഞ്ചത്തിന് സമ്മാനിച്ച ദർശനമാണ് ഇസ്ലാം എന്ന്. നമുക്കും പറയാനുണ്ട്, ബുദ്ധനെ പോലെ സമാധാനത്തിൻ്റെ ഒരു പ്രാവിനെ ലോകത്ത് പറത്തിവിട്ട ഒരു ദർശനമാണ് ഇസ്ലാം എന്ന്. നമുക്കും പറയാനുണ്ട്, ഗീത പോലെ, ബൈബിള് പോലെ, ഈ ലോകത്തുള്ള മഹാഗ്രന്ഥങ്ങളെ പോലെ മനുഷ്യരാശിക്ക് എപ്പോഴും പ്രകാശം പരത്തുന്ന ഒരു ജ്ഞാനഭണ്ഡാരമാണ് ഖുർആൻ എന്ന്. നമുക്കും പറയാനുണ്ട്, മനുഷ്യർക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴിയിൽ പ്രയാണം ചെയ്യാൻ പാതയൊരുക്കിയ ഒരു ദിവ്യ വഴിയാണ് ഇസ്ലാം എന്ന്. അത് പറയണമെങ്കിൽ നാം കർബല പറയണം. അതറിയണമെങ്കിൽ നാം അലിയെയും മുആവിയെയും അറിയണം. അതിനുവേണ്ടിയാണ് നാം ഇരിക്കുന്നത്, അതിനുവേണ്ടിയാണ് നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം അപകടത്തിലാണെന്ന് പ്രഭാഷകർ നിലവിളിക്കുന്നു. അപ്പോൾ കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കുന്നു ഇസ്ലാമിന് ആരൊക്കെയോ ശത്രുക്കൾ വന്ന് തകർക്കുകയാണെന്ന്. ഇസ്ലാം അപകടത്തിലാണെന്നത് ശരിയാണ്, പക്ഷെ തകർക്കാൻ വരുന്നത് ശത്രുക്കളല്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്, ഈ പ്രഭാഷകൻ തന്നെയാണ് അതിനെ തകർക്കുന്നത് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുമ്പോഴാണ് അതിന്റെ വൈരുദ്ധ്യം എത്രമേൽ ക്രൂരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇസ്ലാം അപകടത്തിലാണ്, പക്ഷെ ഇസ്ലാമിനെ തകർക്കാൻ വരുന്നത് ഏതോ ബാഹ്യശക്തികളല്ല, അതിനകത്ത് നിന്നുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന കിതാബുകളാണ്, പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ്, ഈ പഠിച്ച് പുറത്തു വരുന്ന പണ്ഡിത കോലങ്ങളാണ് ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയും മെമ്പറിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭീതി എന്ന് പറയുന്നത്. അള്ളാഹു ഏതെങ്കിലും ശബ്ദത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അത് മെമ്പറിൽ നിന്ന് ഉയരുന്ന ശബ്ദത്തെയാണ്. അത്രമേൽ ഭീകരമാണ് മെമ്പറുകളിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ. വിദ്വേഷമാണ്. ലോകത്തൊരിടത്തും ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ പ്രസരിപ്പിക്കുന്ന കേന്ദ്രങ്ങളില്ല. പള്ളികൾ ഭിന്നിപ്പിന്റെ ആലയങ്ങളായിത്തീരുന്നു. അവിടെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിന് പകരം
വേറിട്ട് നിർത്തുന്ന സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഇവൻ എന്ന ഭേദങ്ങൾ അവിടെ നിന്ന് നിരന്തരം മനുഷ്യ മനസ്സിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളികൾ ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകുന്ന ഗേഹങ്ങളാകുന്നില്ല, ആശ്വാസ കേന്ദ്രങ്ങളാകുന്നില്ല, മസാബത്തും അമ്നും നൽകുന്ന ഇടങ്ങളായി തീരുന്നില്ല. മുസ്ലിം അമുസ്ലിം ഭേദങ്ങൾ ഉണ്ടാകുന്നു, സ്ത്രീ പുരുഷ ഭേദങ്ങൾ ഉണ്ടാകുന്നു, ട്രാൻസ്ജെൻഡേഴ്സിന് കയറാൻ പറ്റാത്ത വിധം അകലങ്ങളിലായി പോകുന്നു. ഇതൊക്കെയാണ് പള്ളികൾ ബാക്കി വെക്കുന്നത്. യഥാർത്ഥത്തിൽ എന്നാണ് നമുക്കൊരു പള്ളി ഉണ്ടാവുക? എന്നാണ് മുഹമ്മദിന്റെ സ്വപ്നത്തിലുള്ള ഒരു കെട്ടിടം നമുക്ക് ഉയരുക? എന്നാണ് നിർഭയം ആരെയും ഭയപ്പെടാതെ ആശങ്കയില്ലാതെ കയറിപ്പോകാൻ കഴിയുന്ന ഒരു ഇടം, നമുക്കൊരു പൊതുവായ ഇടം നമുക്ക് നിർമ്മിക്കാൻ കഴിയുക? മുസ്ലിമിൻ്റെതല്ലാത്ത, സംഘടനക്കാരുടേതല്ലാത്ത മനുഷ്യരുടെ ഒരു ആലയം എന്നാണ് നമുക്ക് ഉയർത്താൻ സാധിക്കുക? എന്നാണ് ഞങ്ങൾക്ക് കയറാമോ എന്ന് ചോദിക്കാതെ നിർഭയം ഒരു സ്ത്രീക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടം നമുക്കുണ്ടാക്കാൻ സാധിക്കുക? എവിടെയാണ് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? അതെങ്ങനെയാണ് ദേവാലയമാവുക? ഇക്കാര്യം അറിയണമെങ്കിൽ നാം കർബല അറിയണം. ഇക്കാര്യം പഠിക്കണമെങ്കിൽ നാം ചരിത്രം പഠിക്കണം. ചരിത്രബോധമില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ആരെയാണ് മഹത്വപ്പെടുത്തേണ്ടത്, ആരെയാണ് നാം നമ്മുടെ പിറകിലേക്ക് മാറ്റിവെക്കേണ്ടത് എന്ന് നമുക്കറിയാതെ പോകുന്നു. ശത്രുക്കളെ മിത്രങ്ങളായി നാം കണക്കാക്കുന്നു. ഇസ്ലാമിനെ പൊളിക്കുന്നവരെ നാം തോളിലേറ്റി നടക്കുന്നു. ഇസ്ലാമിനെ ചേർത്ത് നിർത്തുന്നവരെയോ നാം അകറ്റി നിർത്തുന്നു. അജ്ഞത ഒരലങ്കാരമായി നാം കൊണ്ട് നടക്കരുത്. ചരിത്രബോധം ഉണ്ടാകണം, ചരിത്രം പഠിക്കണം, അതിൽ നിന്ന് സത്യം മനസ്സിലാക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും ഖുർആനിനെയും പ്രവാചകനെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അല്ലെങ്കിൽ നാം ഈ കഥകളൊക്കെയും പറഞ്ഞ് അടുത്ത തലമുറയ്ക്ക് ഈ കഥകൾ കൈമാറി വിഡ്ഢിവേഷം കെട്ടി വിഡ്ഢികളായി ജീവിച്ച് മരിച്ചു പോകും. വിഡ്ഢികളായി ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യന് മറ്റൊരു ദൗർഭാഗ്യവുമില്ല. സത്യം കണ്ടെത്താൻ സാധിക്കാതെ ഒരുപാട് ഭക്ഷണം കഴിച്ച് ഒരുപാട് വിസർജിച്ച് കുറച്ച് മക്കളൊക്കെ ഉൽപ്പാദിപ്പിച്ച് മരിച്ചു പോവുകയല്ലല്ലോ നമ്മുടെ ദൗത്യം. മറിച്ച് ജീവിക്കുന്ന കാലത്ത് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും സത്യം മനസ്സിലാക്കി ആനന്ദത്തോടെ ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഭയപ്പെടരുത്, ആരെയും ഭയപ്പെടരുത്. ഭയപ്പെടരുതെന്ന് പറയുന്നത് നിങ്ങൾ മതത്തെ ഭയപ്പെടരുത്, ആ മതം ഉൽപ്പാദിപ്പിക്കുന്ന ചിന്തകളെ ഭയപ്പെടരുത്, ആ മതം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിംബങ്ങളെ ഭയപ്പെടരുത്. സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ആ അന്വേഷണം ധീരമായിട്ടായിരിക്കണം. സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും, ആ വഴിയിൽ നമ്മളെ മുന്നോട്ട് നയിക്കും. ഭയമുണ്ടാക്കുകയാണ് മതത്തിന്റെ ദൗത്യം. ഭയം ജനിപ്പിക്കുകയാണ് പണ്ഡിതന്മാരുടെ ധർമ്മം. അവർ നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചാൽ നരകത്തിലായി പോകുമോ, ഇങ്ങനെ ആലോചിച്ചാൽ നരകത്തിലായി പോകുമോ, അങ്ങനെ പോയാൽ നമ്മുടെ സ്വർഗം പോയി പോകുമോ, ഇങ്ങനെയായാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാക്കും. ഈ ഭയം ഉണ്ടായാൽ അവർ വിജയിച്ചു. ഭയക്കരുത്, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരമായി ധീരമായി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് സത്യത്തിലേക്ക് എത്താൻ കഴിയണം. ഭയത്തിൽ നിന്നുള്ള മുക്തിക്കാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാനിന്റെ അർത്ഥം എന്താണ്? ഈമാനിന്റെ അർത്ഥം നിർഭയത്വം എന്നാണ്. എല്ലാ ഭയങ്ങളിൽ നിന്നുമുള്ള മുക്തി, അത് സകല ഭയങ്ങളിൽ നിന്നുമുള്ള മുക്തിയാണ്. അങ്ങനെ ആർക്കും നമ്മളെ ഒന്നും ഇസ്ലാമൊന്നും പുറത്താക്കാൻ കഴിയില്ല. ഇസ്ലാം ആരുടെയും കുത്തകയൊന്നുമല്ല. അങ്ങനെ ആരും നരകത്തിൽ എത്തിപ്പെടൂല. അള്ളാഹു നരകത്തിലിടാൻ കാത്തിരിക്കുന്നവനല്ല. അങ്ങനെ സ്വർഗവും നഷ്ടപ്പെടില്ല. സ്വർഗം നഷ്ടപ്പെടാനുള്ളതല്ല. അതുകൊണ്ട് ധീരമായി സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ ശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആനന്ദം ഇരിക്കുന്നത്. ആരോ പറയുന്നത് കേട്ട് കുരങ്ങന്മാരെ പോലെ അനുകരിച്ചു പോകുന്നവരാകരുത്. നാം മനുഷ്യരാണ്, അനുകർത്താക്കളല്ല. ആവിഷ്കരിക്കുന്നവരായിരിക്കണം. സ്വന്തത്തെ ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ധീരമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആവിഷ്കരിക്കലാണ്. അനുകർത്താക്കളാവുക എന്നാൽ നിങ്ങൾ മനുഷ്യജന്മം കളഞ്ഞ് വീണ്ടും കുരങ്ങ് ജന്മങ്ങളായി തീരുന്നു എന്നാണ്. കുരങ്ങ് ജന്മങ്ങളിൽ നിന്ന് മനുഷ്യജന്മത്തിലേക്കുള്ള പരിവർത്തനം എന്നോ സാധിച്ചിട്ടുണ്ട് നമുക്ക്. അത് വീണ്ടും നാം നമ്മുടെ ജന്മത്തിലൂടെ തെളിയിക്കണം. അനുകർത്താക്കളാകരുത്. ഏതോ പണ്ഡിതൻ പറയുന്നത് കേട്ട് തുള്ളുന്നവരല്ല, മറിച്ച് അന്വേഷിച്ച് സത്യം കണ്ടെത്തി അതിലടയുറച്ച് നിൽക്കുന്നവരായിരിക്കണം നമ്മൾ.